20 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ കൊലക്കേസ് പ്രതി കണ്ണൂരിൽ അറസ്റ്റിൽ. താവക്കര വലിയവളപ്പുകാവ് സ്വദേശിയെയാണ് കർണാടകയിൽ നിന്ന് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തന്ത്രപരമായ നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. രണ്ടു പതിറ്റാണ്ട് മുമ്പ് കണ്ണൂരിനെ ഞെട്ടിച്ച കൊലപാതകങ്ങളിലും വധശ്രമ കേസുകളിലും പ്രതിയായ താവക്കര വലിയവളപ്പുകാവിനടുത്ത രാകേഷിനെ അതിസാഹസികമായ നീക്കത്തിലാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2001 കണ്ണൂരിനെ നടുക്കിയ കൊമ്പ്ര പ്രദീപൻ കൊലക്കേസ്, 2004 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന രവീന്ദ്രൻ കൊലപാതകം, യോഗാനന്ദ വധശ്രമ കേസ് എന്നീ കേസുകളിൽ പിടികിട്ട പുള്ളിയായിരുന്നു രാകേഷ്. നേരത്തെ പിടിയിലായ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. പ്രതിയെ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയും അന്വേഷണത്തിന് ACPമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയുമായിരുന്നു. കണ്ണൂർ ACP MP ആസാദ്, നാർക്കോട്ടിക് സെൽ ACP VV മനോജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. വലിയവളപ്പുകാവിന് സമീപം രഹസ്യമായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി കർണാടകയിൽ ഉള്ളതായി സൂചന ലഭിച്ചു. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നതായ വിവരമാണ് ലഭിച്ചത്. പഴയ ഒരു സുഹൃത്തിൽ നിന്ന് അവ്യക്തമായ ഒരു ഫോട്ടോയും പോലീസിന് ലഭിച്ചു. സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ആ ഫോട്ടോ പോലീസ് വികസിപ്പിച്ചു. ബംഗളൂരുവിനടുത്ത് തർബാനഹള്ളിയിൽ പ്രതി താമസിക്കുന്നതായ വിവരമാണ് പോലീസിന് ലഭിച്ചത്. സാബു എന്ന പേരിലായിരുന്നു ഇയാൾ ഇവിടെ കഴിഞ്ഞിരുന്നത്. തൃശൂർ സ്വദേശിനിയെ വിവാഹം കഴിച്ചാണ് 20 വർഷത്തിലധികമായി പ്രതി ഇവിടെ കഴിഞ്ഞിരുന്നത്. കാറ്ററിംഗ് ജോലിയാണ് ചെയ്തു വന്നിരുന്നത്. അധിക സമയവും വീട്ടിൽ തന്നെ കഴിയുന്നതിനാൽ പ്രദേശവാസികൾക്കും ഇയാളെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ വീട് വളഞ്ഞാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. വളർത്തുനായിയെ ഉപയോഗിച്ച് പോലീസിനെ വിരട്ടാനും പ്രതി ശ്രമിച്ചു. രാകേഷ് എന്ന പേര് ഭാര്യയിൽ നിന്നുപോലും പ്രതി മറച്ചുവെച്ചിരുന്നു. ഇയാളുടെ ഇരുചക്രവാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചപ്പോൾ രാകേഷ് എന്ന പേര് കണ്ടെത്തിയതും അന്വേഷണത്തിൽ നിർണായകമായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.